ഡൽഹിയിൽ നിന്ന് വിനീത വിജി ചേരുന്നുണ്ട് മറ്റു വിവരങ്ങളുമായി. വിനീത, എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്കാണ്, രാജ്യ തലസ്ഥാനത്തേക്കാണ്. കാര്യമായ നീക്കങ്ങൾക്ക് രാജ്യം ഒരുങ്ങുന്നു എന്നതാണ് എല്ലാ കേന്ദ്രങ്ങളും നൽകുന്ന സൂചന. ഇപ്പോൾ കര, വ്യോമ, നാവികസേനകളൊക്കെ ഞങ്ങൾ റെഡിയാണ് എന്ന് 2 ദിവസം മുമ്പേ പ്രഖ്യാപിച്ചു. ഇനിയിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് മാത്രമാണ് ബാക്കി എന്നാണ് ഡൽഹി റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. അതിനിടെയാണ് രാജ്നാഥ് സിംഗ് ഏതാണ്ട് 40 മിനിറ്റ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം എന്തെങ്കിലും നീക്കങ്ങളെ പറ്റി വിവരങ്ങൾ ലഭ്യമാണോ? എന്താണ് ഡൽഹിയിലെ ഒരു 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 മൂഡ് ഇപ്പോൾ? വിജയകുമാർ, രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള യോഗങ്ങൾ, തീരുമാനങ്ങൾ, കൂടിക്കാഴ്ചകൾ എന്നിങ്ങനെയാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഡൽഹിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സംയുക്ത സൈനിക മേധാവിയുമായി ഇന്നലെ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അരമണിക്കൂറോളം ആ കൂടിക്കാഴ്ച മുന്നോട്ട് പോയി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. 40 മിനിറ്റോളം ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നു എന്നുള്ളത് തന്നെയാണ്. സുരക്ഷാ കാര്യങ്ങൾ, ഒപ്പം തന്നെ അതിർത്തിയിലേക്കടക്കമുള്ള മറ്റ് നിർണായക നീക്കങ്ങളടക്കം ഇന്ന് ചേർന്ന കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉന്നത ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ അതിർത്തി മേഖലകളിൽ ഉൾപ്പെടെ ഇപ്പോഴും പാക് പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ഏതു തരത്തിൽ ഇനി മുന്നോട്ട് പോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കപ്പുറം ഒരു സർവകക്ഷി യോഗം കൂടി ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങളും ചർച്ചയായിട്ടുള്ള കാര്യങ്ങളും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങളും ഇന്ന് ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രിയോട് പ്രതിരോധ മന്ത്രി ധരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏത് ഘട്ടത്തിൽ ഇനി ഒരു നിർണായക നീക്കങ്ങൾ ഏത് ഘട്ടത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ സൈനിക നീക്കങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ വാർത്തകൾ നമുക്ക് കൊടുക്കുന്നതിലൊക്കെ ചെറിയ പരിമിതികളുണ്ട്. അത്തരം കാര്യങ്ങൾ, ഈ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകരുതെന്ന നിർദ്ദേശം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഏതാണെങ്കിലും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ സജ്ജരാണ് എന്ന കര, വ്യോമ, നാവികസേനകൾ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇനി ഇന്നത്തെ ഈ യോഗം കൂടി നടന്നിരിക്കുന്നത്. ഏതാണെങ്കിലും സുരക്ഷാ കാര്യങ്ങളിലും ഒപ്പം തന്നെ പ്രതിരോധ മേഖലയിലും അടക്കം നിർണായക നീക്കങ്ങൾ ഉടൻ ഉണ്ടായേക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചന. ഈ പശ്ചാത്തലത്തിൽ ഈ പാക് പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യ, ഫ്രാൻസ് റഫേൽ കരാറിൽ കൂടി ഒപ്പുവെക്കുകയാണ്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടായിരുന്നു. 26 റഫേൽ വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങുന്നത്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു പ്രതിരോധ കരാറിലേക്ക് കൂടിയാണ് രാജ്യം കടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ ബന്ധം അത് കൂടുതൽ വഷളാകുന്ന സാഹചര്യം, ഒപ്പം തന്നെ പാകിസ്ഥാനെ ചൈന പിന്തുണയ്ക്കുന്നുണ്ട്, പാകിസ്ഥാന് ചൈന ആയുധങ്ങളടക്കം നൽകുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഈ കരാറിൽ ഒപ്പുവെക്കുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ. യെസ്, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. തിരക്കിട്ട നീക്കങ്ങളുടെ ഒരു പകലാണ് ഡൽഹിയിൽ. ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് മാത്രമാണ് ബാക്കി എന്നാണ് ഡൽഹി റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. അത് എപ്പോഴുണ്ടാകും എന്നറിയില്ല, പക്ഷേ അധികം വൈകില്ല എന്ന സൂചനകളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അതിൻ്റെ ദീർഘമായ കൂടിക്കാഴ്ച 40 മിനിറ്റിലധികം ഇരുവരും തമ്മിലുള്ള ചർച്ച നീണ്ടു. സാധാരണ വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് ആശയവിനിമയം നടത്തി പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന്, ഓഫീസിൽ നിന്ന് മറ്റു നേതാക്കൾ മടങ്ങാറാണ്. പക്ഷേ ദീർഘമായ ഒരു കൂടിക്കാഴ്ച, ചർച്ച തന്നെയാണ് നടന്നത്. 40 മിനിറ്റ്. ആ ചർച്ചയിൽ അജിത് ഡോവൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വരാനിരിക്കുന്നു എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.